നമസ്കാരം. സ്നേഹവും നഷ്ടവും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ ഒരു മഹാരാജാവിന്റെ കഥയിലേക്ക് സ്വാഗതം. നമുക്ക് ഭരതന്റെ ജീവിതകഥ ഒരു സിനിമ പോലെ ഒന്ന് കണ്ടുനോക്കിയാലോ? ഇതാണ് ഈ കഥയുടെ എല്ലാം കാതൽ. ഭരതന്റെ ജീവിതയാത്രയുടെ ഗതി മാറ്റിക്കളഞ്ഞത് ഈയൊരു തിരിച്ചറിവില്ലായ്മയാണ്. അപ്പോൾ ഈ വാത്സല്യവും വ്യാമോഹവും തമ്മിലുള്ള നേർത്ത വര അതെവിടെയാണ് മാഞ്ഞുപോകുന്നത്? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വിശകലനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഥയുടെ ഒന്നാം അംഗം തുടങ്ങുകയാണ്. കഥാനായകൻ ഭരതമഹാരാജാവ്. ജനങ്ങളുടെ കാര്യത്തിലും ദൈവത്തിന്റെ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധാലുവായ, തികച്ചും മാതൃകായോഗ്യനായ ഒരു ഭരണാധികാരി. ഭരതന്റെ സ്വഭാവം കുറ്റമറ്റതായിരുന്നു. പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നത് അദ്ദേഹത്തിന്റെ കർമ്മം, മഹാവിഷ്ണുവിനെ ആരാധിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ധർമ്മം. ഈ ജീവിതത്തിലൂടെ അദ്ദേഹം തന്റെ ആത്മാവിനെ എല്ലാ തെറ്റുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ശുദ്ധമാക്കി. അങ്ങനെ ജീവിതത്തിന്റെ അവസാനഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം ആ വലിയ തീരുമാനമെടുത്തു. രാജ്യം ഉപേക്ഷിച്ച് ഗണ്ഡകി നദിക്കരയിലൊരു ആശ്രമത്തിലേക്ക് മാറി. എന്തിനാണെന്നോ, ദൈവത്തെ മാത്രം ചിന്തിച്ച് ശാന്തമായി ശിഷ്ടകാലം ജീവിക്കാൻ. ഇനി കഥയുടെ രണ്ടാം ഭാഗം. ഇവിടെയാണ് ശരിക്കും കഥ മാറുന്നത്. ഭരതന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയ ആ നിർണായക നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ഒരു പ്രഭാതം ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കൂ. ഭരതൻ സൂര്യദേവന് ജലമർപ്പിച്ചു നിൽക്കുന്നു. അപ്പുറത്ത് ദാഹിച്ചു വലഞ്ഞ ഒരു ഗർഭിണിയായ പേടമാൻ വെള്ളം കുടിക്കാനെത്തുന്നു. പെട്ടെന്നാണ് കാടിനെ വിറപ്പിച്ചുകൊണ്ട് ആ സിംഹഗർജനം മുഴങ്ങിയത്. ഭയന്നുപോന്ന ആ പാവമ്മാൻ പ്രാണരക്ഷാർത്ഥം ഓടി. പക്ഷേ നദിയുടെ നടുവിൽ വെച്ച് തളർന്നു വീണു മരിച്ചു. ആ വീഴ്ചയുടെ ആഘാതത്തിൽ അതിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു മാൻകുഞ്ഞ് പുഴയുടെ കുത്തൊഴുക്കിലേക്ക് പിറന്നു വീണു. ആ കുഞ്ഞു ജീവനെ കണ്ടപ്പോൾ ഭരതന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം അതിനെ രക്ഷിച്ചു. ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം കൈകൊണ്ട് അതിന്റെ പൊക്കിൽക്കൊടി മുറിച്ചുമാറ്റി. പക്ഷേ അതേ നിമിഷം താനും ആ മൃഗവും തമ്മിൽ കാണാൻ പറ്റാത്ത മറ്റൊരു പൊക്കിൽക്കൊടി ബന്ധം തുടങ്ങുകയായിരുന്നു. അതുമാത്രം അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെ ഭരതന്റെ വികാരങ്ങള് പതിയെ മാറാൻ തുടങ്ങി. നിസ്വാർത്ഥമായ പരിചരണത്തിൽ നിന്ന് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു തരം ആസക്തിയിലേക്ക് ആ യാത്ര നീങ്ങുകയായിരുന്നു. ദിവസങ്ങൾ പോകുന്തോറും ആ ബന്ധം കൂടുതൽ ശക്തമായി. ആദ്യം സ്വന്തം കൈകൊണ്ട് അതിനെ കുളിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു. പിന്നെ അതിന് കഥകൾ പറഞ്ഞുകൊടുക്കാനും പാട്ടുകൾ പാടിക്കൊടുക്കാനും തുടങ്ങി. അതിനെ ഒരൽപ്പനേരം കാണാതാവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ധ്യാനം വരെ മുടങ്ങുന്ന അവസ്ഥയായി. ഇവിടെയാണ് ആ വ്യത്യാസം നമ്മൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ചിന്ത ഇതായിരുന്നു: അസഹായരെ സഹായിക്കുന്നത് ഒരു പുണ്യമാണല്ലോ. എന്നാൽ അവസാനം എന്തായി? ആ വാത്സല്യം ഒരു തരം ആസക്തിയായി മാറി. എന്തിന്? താൻ ജീവിതം മുഴുവൻ ആരാധിച്ച മഹാവിഷ്ണുവിനെപ്പോലും മറന്നുപോകുന്ന അത്രയും വലിയൊരു ആസക്തി. ഇത് കേട്ടുനോക്കൂ. ഇത് ഭരതന്റെ തന്നെ വാക്കുകളാണ്. ആ മാൻകുഞ്ഞിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം എത്രത്തോളം ലൗകികമായി മാറിയിരുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണോ? അപ്പോ കഥയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ അമിതമായ സ്നേഹം ഭരതനെ എവിടെയാണ് കൊണ്ടുചെന്നെത്തിച്ചത്? തന്റെ തെറ്റ് തിരുത്താനുള്ള അദ്ദേഹത്തിന്റെ നീണ്ട യാത്ര ഇവിടെ തുടങ്ങുന്നു. പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ മരണസമയത്ത് അവസാനമായി മനസ്സിൽ വരുന്നത് എന്താണോ അതായിരിക്കും നമ്മുടെ അടുത്ത ജന്മം തീരുമാനിക്കുക എന്ന്. ഭരതന്റെ മരണക്കിടക്കയിലും അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ആ മാനിനെക്കുറിച്ചായിരുന്നു. ഞാൻ പോയാൽ ഇതിനാരുണ്ട് എന്ന ചിന്ത. ആ ദുഃഖം അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ യാത്രയുടെ ദിശ തന്നെ മാറ്റിമറിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പുതിയ ജന്മം കിട്ടി. പക്ഷേ അതൊട്ടും പ്രതീക്ഷിക്കാതൊരു രൂപത്തിലായിരുന്നു. അതെ, തന്റെ ജീവിതകാലം മുഴുവൻ ഏത് ജീവിക്ക് വേണ്ടിയാണോ അദ്ദേഹം ദൈവത്തെപ്പോലും മറന്നത്, ആ മാനിന്റെ രൂപത്തിൽ തന്നെ അദ്ദേഹം വീണ്ടും ജനിച്ചു. എന്തൊരു വിരോധാഭാസം അല്ലേ? പക്ഷേ ഒരു ട്വിസ്റ്റുണ്ടായിരുന്നു. ഭരതൻ വെറുമൊരു മാനായിരുന്നില്ല. അദ്ദേഹം ഒരു ജാതിസ്മരനായിരുന്നു. അതായത് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും ഓർമ്മയുള്ളൊരാൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അവസ്ഥ. ശരീരമൊരു മാനിന്റേത്, പക്ഷേ ഓർമ്മകൾ മുഴുവൻ ഒരു മഹാരാജാവിന്റേത്. തനിക്ക് പറ്റിയ ആ വലിയ തെറ്റ് അദ്ദേഹം അപ്പോൾ തിരിച്ചറിഞ്ഞു. ആസക്തിയുടെ പേരിൽ മായയിൽ കുടുങ്ങിപ്പോയതോർത്ത് പശ്ചാത്തപിച്ചു. ഉടൻ തന്നെ തന്റെ മാൻകൂട്ടത്തെ ഉപേക്ഷിച്ച് പഴയ ആശ്രമത്തിലേക്ക് മടങ്ങി. വീണ്ടും ഒരു മനുഷ്യനായി ജനിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്ടകാലം അവിടെ ജീവിച്ചു. അപ്പോ ഭരതന്റെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് സ്വാഗതം. തന്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് മോക്ഷം നേടിയതെന്ന് നമുക്ക് നോക്കാം. ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു. അദ്ദേഹം വീണ്ടും മനുഷ്യനായി ജനിച്ചു, ഒരു ബ്രാഹ്മണനായി. ഇത്തവണയും ഒരു ജാതിസ്മരണായിട്ട് തന്നെ. അതായത് കഴിഞ്ഞ 2 ജന്മങ്ങളിലെയും ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ പറ്റിയ തെറ്റ് അത് ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം ഉറച്ചൊരു തീരുമാനമെടുത്തു. ഈ പുതിയ ജീവിതം ഒരേ ഒരു കാര്യത്തിനു വേണ്ടി മാത്രം, പരമമായ ജ്ഞാനം നേടുക.
ഈ ലോകവുമായി യാതൊരു ബന്ധവും കാണിക്കാത്തതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ ഒരു പേര് വിളിച്ചു, ജഡഭരതൻ. അതിന്റെ അർത്ഥം ചലനമില്ലാത്തവൻ. അതെ, പഴയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം അത്രയേറെ ശ്രദ്ധിച്ചിരുന്നു. ആരോടും അധികം സംസാരിക്കില്ല, എവിടെയും അധികം പോകില്ല, ഒരേ ഇരുപ്പിൽ ചിന്തകളിൽ മുഴുകി അങ്ങനെയിരിക്കും. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ പൂർണ്ണമായും നിശ്ചലനായി. അങ്ങനെ ആസക്തിയുടെ എല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ചെറിഞ്ഞ് ഒടുവിൽ ഭരതന്റെ ആത്മാവ് സ്വതന്ത്രമായി മോക്ഷം നേടി. ഭരതന്റെ കഥ ഇവിടെ തീരുകയാണ്. പക്ഷേ അത് നമ്മളോടൊരു വലിയ ചോദ്യം ബാക്കി വയ്ക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹം എപ്പോഴാണ് സ്വാർത്ഥമായ ഒരു ആസക്തിയായി മാറുന്നത്? ആ നേർത്ത വരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട വിഷയമാണല്ലേ?